ഹലോ കുട്ടിമണീസ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പം ഗുഡ് ഈവനിങ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഗുഡ് മോർണിംഗ് ആണോ, എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം നിങ്ങളിത് എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ എല്ലാ വിശ്വസും നിങ്ങൾക്കിരിക്കട്ടെ. അപ്പം എന്താണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ എന്താണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വരുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമ്മളുടെ പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മളില്ലെങ്കിൽ ലൈവിനകത്തോട്ട് കയറിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സിൽ നമ്മൾ എപ്പോഴും തമ്പനെയിലിടും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ തമ്പനെയിലിടുമ്പോഴത്തേക്ക് അതിനകത്ത് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും, അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ പറയും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ കാണുന്ന എല്ലാ വീഡിയോസിലും ഉണ്ട്. നമ്മൾ എത്ര ഉയരങ്ങൾ എത്തിയ ആളാണെങ്കിൽ കൂടി അവരവരുടെ വീഡിയോസിൽ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഉള്ള കാര്യമാണേ, നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ഷോർട്സിനാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു തമ്പനെയിൽ ഇടുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മളിടും, അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിൽ താഴെ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുക സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇങ്ങനെയൊക്കെ വന്ന് കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മൾക്ക് ഏൺ ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. അപ്പം 5K മുതൽ ഒരു 5 ലക്ഷം വരെയുള്ള യൂട്യൂബേഴ്സ്, അത്രയും മാത്രമുള്ള ആൾക്കാരെ നമ്മുടെ യൂട്യൂബ് കണ്ടിരിക്കുന്നത് അവരെല്ലാം ഒരു ചെറിയ ഒരു ക്രിയേറ്റേഴ്സാണ് എന്നാണ് യൂട്യൂബ് വിചാരിച്ചിരിക്കുന്നതല്ല. യൂട്യൂബ് ആരാണെന്ന് നമുക്കറിയാമല്ലോ. യൂട്യൂബിൻ്റെ ആ ഒരു ഇതിൽ നമ്മളെല്ലാം വളരെ ചെറിയ ആൾക്കാരാണ്. ഞാൻ വെറും ഒരു 5.9 ആയിട്ടുള്ളൂ. ഈ 5 ലക്ഷം വരെയുള്ളവരുണ്ടല്ലോ, അവരെല്ലാവരും ഒരു ചെറിയ ആളാണ് എന്നാണ് യൂട്യൂബ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓർക്കുമ്പോൾ 1 ലക്ഷം ആയ അയ്യോ വലിയ എന്തോ കിട്ടിയെന്നുള്ള ഒരിതാണ്. അപ്പോൾ യൂട്യൂബ് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും എപ്പോഴും ഇരുന്നുണ്ട് ഈ സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്ന് പറയണ്ട എന്നാണ് നമ്മളോട് നമ്മുടെ യൂട്യൂബ് പറയുന്നത്. എന്താണ് കാര്യം എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിനുവേണ്ടി നമ്മുടെ വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായെന്നേ. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ നിങ്ങൾക്കത് അറിയണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ലോങ് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അത് കൂടുതൽ നമുക്ക് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ലൈക്ക് കൂട്ടിയിട്ടോ ആണ് നമുക്ക് ഇച്ചിരി പൈസ കിട്ടുന്നത് എന്നൊരു വിചാരം നമുക്കുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ട, ഈ ഒരു കാര്യം മാത്രം മതി എന്നാണ് നമ്മുടെ യൂട്യൂബ് നമ്മളോട് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നമ്മളിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുകയെന്ന് വെച്ചോ, അതിനകത്ത് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതിന് താഴത്തെ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇല്ലേ? നമ്മളവിടെ കമൻറ്റ് ചെയ്യും ഇല്ലേ, ലൈക്ക് ചെയ്യും, സബ് ചെയ്യും, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ കമൻറ്റ് എന്നുള്ള ആ ഓരോ ഓപ്ഷൻ നമ്മൾ മുകളിലോട്ടാണ് സ്ക്രോൾ ചെയ്ത് കമൻറ്റ് കാണുന്നത് അല്ലേ? ആ കമൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു പെട്ടി പോലെ നമുക്കൊരു ചെറിയൊരു കളർ മങ്ങലിൽ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കമൻറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തേ അവിടെ വേറൊരു ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗൈസ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഹൈപ്പോ എന്നാണ് കേട്ടോ ആ ഒരു ഓപ്ഷൻ. കമൻറ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് ഹൈപ്പോ എന്നാണ്. ആ ഹൈപ്പോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഹൈപ്പോയിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈപ്പോയിൽ കൊണ്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ എന്നാണ് പറയേണ്ടത്. നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? അല്ലെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? ഹൈപ്പോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഹൈപ്പോയിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷനിൽ നല്ലൊരു പങ്കാണ് ഈ ഹൈപ്പോ വഹിക്കുന്നത് കേട്ടോ. ഹൈപ്പോ എന്നല്ല കേട്ടോ, ഹൈപ്പ് എന്നാണ് പറയുന്നത്. സോറി കേട്ടോ, ഹൈപ്പോ എന്നല്ലെന്ന് തോന്നുന്നു. ഹൈപ്പ് എന്നുള്ള ആ ഒരു വേർഡാണ്. അപ്പോൾ ആ ഹൈപ്പ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വീഡിയോ അല്ലെങ്കിൽ ആ ആൾക്ക് നമുക്ക് കുറച്ച് പോയിൻറ്റ്സാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇപ്പം ഒരാഴ്ചയിൽ ഒരു 3 വീഡിയോസിലെങ്കിലും നമുക്ക് ഹൈപ്പ് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടുന്ന വീഡിയോസിന് ഹൈപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ യൂട്യൂബിൽ നിന്നും മേടിച്ച് ആ ഒരു പോയിൻ്റ് കൊടുക്കേണ്ട ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് യൂട്യൂബിൽ നിന്ന് യൂട്യൂബുകാർക്കും കുറച്ച് ഏണിങ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കും കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന ഹൈപ്പിൽ പിടിച്ച് എല്ലാവരും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന എനിക്ക് അല്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് പൈസ പെട്ടെന്ന് കിട്ടുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം അത് ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ അത് ഒരു ഘടകമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സബ്ബ് തായോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് നമ്മളങ്ങനെ പറയുന്നത്? കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലൈക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഏണിങ്സ് അല്ലേ, നമ്മൾ അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏണിങ്സ് കൂടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഗൈസ്, നിങ്ങളോട് ഇതാണ് ഞാൻ പറയുന്നത്. നമ്മളപ്പോൾ ഈ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചോദിക്കുന്നതിന് പകരം ഈ ഹൈപ്പിൽ ക്ലിക്ക് ചെയ്തോളൂ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അവർ നിങ്ങൾക്കും തരും അല്ലേ. ആ ഒരു രീതിയിൽ പൊയ്ക്കോളൂ, നമുക്ക് ഏണിങ് നന്നായിട്ട് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ പേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരെല്ലാം പെട്ടെന്ന് മുന്നോട്ട് വായോ. ഞാൻ കുറേ പേടിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ അപ്ഡേഷൻ വരുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ കുറേ പേടിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ യൂട്യൂബൊക്കെ പോകുമായിരിക്കുന്നു. പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നതല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് എനിക്ക് രാവിലെ ഒരു ഇത് വന്നായിരുന്നു, എൻ്റെ ആർട്സിൻ്റെ എല്ലാ ഓപ്ഷൻസും ഓൺ ആക്കൂ എന്ന് പറഞ്ഞൊരു മെയിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബ് ഡെസ്ക്ടോപ്പിൽ പോയിട്ടാണ് ആ സെറ്റിങ്സ് ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എപ്പോഴും നമ്മുടെ ഫോണിൽ നോക്കുമല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്ക് യൂട്യൂബ് ഡെസ്ക്ടോപ്പിലൂടെ പോയിട്ട് അതിനകത്ത് ചെയ്യാനുള്ള സെറ്റിങ്സ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇങ്ങനൊന്നും വീഡിയോസ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു കാര്യം ഞാൻ അറിഞ്ഞ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി, എനിക്കങ്ങനെ എല്ലാവരും കാണണമെന്നൊന്നും ഇല്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും ഉയരങ്ങളിലെത്തട്ടെ കേട്ടോ. ടാറ്റ.